ഞങ്ങൾ ഇപ്രാവശ്യത്തെ വിഷു ആഘോഷം വയനാട്ടിലെ ഒരു റിസോർട്ടിലായിരുന്നു. ഇതൊരു 300 ഏക്കറിലുള്ള ഒരു റിസോർട്ടാണ്. നിറയെ കാപ്പിത്തോട്ടങ്ങളും ചെടികളും മരങ്ങളുമായി ബേഡ്സാണ്. ബേഡ്സ് വാച്ചേഴ്സിന് ഇഷ്ടം പോലെ ബേഡ്സിനെ കാണാനുള്ള ഒരു അവസരം കൂടിയായിരുന്നത്. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പലതരത്തിൽ വെറൈറ്റിയിൽപ്പെട്ട ബേഡ്സുകളും മയിലുകൾ, വേഴാമ്പലുകൾ എന്ന് വേണ്ട കാട്ടുകോഴി, പല പല ടൈപ്പിലുള്ള ബേഡ്സുകളും. എനിക്കതിനെക്കുറിച്ച് അത്ര വിവരമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും വളരെ അറിയപ്പെടുന്ന ഒരു ബേർഡ് വാച്ചേഴ്സ് ടീമാണ്. അവരാണ് നമുക്കും കൂടി പലതരത്തിലുള്ള ബേഡ്സുകളെ പരിചയപ്പെടുത്തി തന്നത്. അവർ ബേഡ്സിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ആക്കി അത് കേൾപ്പിക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ബേഡ്സുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടേക്ക് ആ റിസോർട്ടിൽ പോകുന്ന വഴികളാണിത്. അടിപൊളിയില്ലേ കാണാൻ? നല്ല തണൽ മരങ്ങളും നല്ല പൂളും, ഒരു നല്ല പറ്റിയൊരു നമുക്കൊരു പൂളും കൂടിയുണ്ട് ഇവിടെ. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലവും, ഒരു കവി ഉണ്ടെങ്കിൽ കവിതയൊക്കെ എഴുതാൻ പറ്റിയ ഒരു ടൈപ്പ് സ്ഥലങ്ങളാണിത്. അവിടെ എഴുത്തുകാർക്കും പറ്റിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ അന്തരീക്ഷത്തിലിരുന്ന് എഴുതുവാനും പിന്നെ പാട്ടുകാർക്കും കായിക താരങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ രാവിലെ നമ്മളിതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അമ്മയാണത്. എൻ്റെ കുഞ്ഞ് ഇവിടെ കൂടെ ഓടി കളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. തണൽ ആസ്വദിക്കുന്ന കണ്ടില്ലേ? എന്നെ നോക്കുകയാണ്. എന്താ പുതിയ താരം, ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. വളരെയധികം ചെടികൾ വെച്ച് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള ചെടികളും ഇവിടെയുണ്ട്. ഇതുണ്ട്, എല്ലാത്തിനും പേരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല, എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. നാട്ടിലെ പാഷൻ ഫ്രൂട്ട്. പിന്നെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. മോനൂട്ടിനില്ല. ഇല്ല ഇടൂല യൂട്യൂബിലിടുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു.